ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചട്ടിപ്പത്തിരിയാണ്. അത് ഉമ്മച്ചിയുടെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ സമൂസ ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിനായിരിക്കും നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ചപ്പാത്തിയുടെ പരുവത്തിനൊക്കെ നല്ല ഡ്രൈ ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബൗളുകളായിട്ട് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ചെറിയ ഷേപ്പിലേക്ക് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതായത് ഒരുപാട് വലുപ്പത്തിന് പരത്തിയെടുക്കരുത്. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ റൗണ്ടിന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് എടുക്കാം. ഈ ഒരു വലുപ്പത്തിന് പരത്തിയെടുത്താൽ മതിയാവും. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എണ്ണ ഒന്ന് തടവി കൊടുത്ത് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ആ ഒരു അളവിൽ തന്നെ നമുക്ക് അടുത്തത് പരത്തിയെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ഒരു 6 ലെയർ അല്ലെങ്കിൽ ഒരു 5 ലെയർ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 4 ലെയർ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കരുത്. ഒരു റൗണ്ട് ഷേപ്പിലാകുന്ന രീതിയിൽ മാത്രം അങ്ങ് പരത്തിയെടുത്താൽ മതി. കാരണം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് ഈ ഒരു പത്തിരി. അതുകൊണ്ട് തന്നെ ഒരുപാട് തിന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കണ്ട. ഈ ഒരു വലുപ്പമാകുമ്പോഴത്തേക്ക് നമുക്ക് പരത്തിയെടുക്കുന്നത് നിർത്താവുന്നതാണ്. ഇനി നമുക്കിതൊരു പാനിലേക്കിട്ട് നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. 2 സൈഡും മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് ലെയർ കട്ട് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനെ അരുവയൊക്കെ ഒന്ന് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം ഒരു ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കട്ട് ചെയ്താൽ മതിയാവും. ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് ഓരോ ലെയറായിട്ട് ഇളക്കി മാറ്റാവുന്നതാണ്. വളരെ തന്നെ വിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് എണ്ണ ചേർക്കണം, എങ്കിൽ മാത്രമേ നല്ല പെട്ടെന്ന് തന്നെ കീറിപ്പോവാതെ വിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 സ്പൂണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ചുവന്ന പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഉള്ളി ഒന്ന് വരട്ടിയെടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചെടുത്ത് ചെറിയ പീസുകളായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 3 മുട്ട ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പത്തിരിയും ഇതിലേക്കിട്ട് മുക്കിയെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മുക്കിയ നമ്മുടെ ചപ്പാത്തി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടിയിൽ ചെറിയൊരു പാത്രം വെക്കണം. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ പാന് വെക്കാനായിട്ട്, എങ്കിൽ മാത്രമേ പെട്ടെന്ന് കരിഞ്ഞു പോവാതെ കിട്ടുള്ളൂ. ഇനി അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് മുട്ടയുടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ലെയർ ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നിരപ്പിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ പത്തിരിയും ഇതുപോലെ മുട്ടയിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഓരോ ലെയറായിട്ട് തയ്യാറാക്കി എടുക്കാം.
ഇതിപ്പോൾ ഒരു 3 ലെയർ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് മുട്ടയിൽ മുക്കി നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന മുട്ട ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് അത്യാവശ്യം യൂസ് ഇല്ലാത്തൊരു പാത്രം അടിയിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം തന്നെ വേവിച്ച സാധനമായതുകൊണ്ട് തന്നെ നമുക്കിതൊരു പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുന്നതാണ്. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് മറിച്ചിട്ട് മുകൾ ഭാഗം കൂടി കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.